ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് എന്ന് ഞാൻ പറയണില്ല. വാടാ നമുക്ക് എന്താ ഒരുമിച്ചിരുന്ന് പഠിക്കണം. ഞാൻ ഇന്ന് കൂടുതൽ ബ്ലാ 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 ഒന്നും പറയണില്ല. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ സൗണ്ട് ആകെ പോയി കിടക്കുകയാണ്. ഇന്നലെ അർജന്റായിട്ട് ഒരു യാത്ര ഉണ്ടായിരുന്നു, വെച്ചുവിടാൻ പറ്റാത്ത. തൽക്കാലം നിങ്ങളൊന്ന് ക്ഷമിക്കുക, സൗണ്ടൊക്കെ റെഡിയായി വരുന്നുണ്ട്. ബാക്കി നാളത്തേക്കൊക്കെ റെഡിയാവും. ഇന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയിക്കൂടെ. ഇന്നത്തെ വീഡിയോ ഒന്നും ഇല്ലടാ, നമ്മൾ ഗ്രാവിറ്റേഷനിൽ നിന്ന് A to Z ക്വസ്റ്റ്യൻസ്. A to Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ 1 നമ്മൾ തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യും. ലെവൽ 2 നമ്മൾ എന്താക്കും, കൺസെപ്റ്റ് പ്ലസ് സിമ്പിൾ ന്യൂമറിക്കൽസ് ചെയ്യും. ലെവൽ 3 നമ്മൾ ടോപ്പ് ലെവലിൽ വരാനിരിക്കുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പേപ്പർ പെണ്ണെടുത്ത് മുന്നിൽ വെക്കുക, വെള്ളം എടുത്ത് മുന്നിൽ വെക്കുക, എന്താക്കുക, പഠിക്കാൻ സെറ്റായിട്ടിരിക്കുക. ബാക്കി ബുക്കുകളൊക്കെ മാറ്റി വെക്കുക. ഞാൻ പറയുമ്പോൾ എന്താക്കുക, നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, പോസ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ബാക്കി കണ്ടിന്യൂ ചെയ്ത് ചെയ്യുക. സോ നമുക്ക് എന്താക്കടാ, ഇന്നത്തെ വീഡിയോയിലേക്ക് പോയിക്കൂടെ. അതിനു മുമ്പ് നിങ്ങൾ എന്താക്കുക, നല്ലൊരു ഡീപ് ബ്രീത്ത് എടുക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡീപ് ബ്രീത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ തലയിൽ ഓക്സിജൻ്റെ അളവ് കൂടും. സോ നിങ്ങൾ എന്താവും, ബ്രെയിൻ പെർഫെക്റ്റ് ആയിട്ട് എന്താവും, നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. സോ എൻ്റെ ഒപ്പം എടുക്കണേടാ, എടുത്തോ. 1 ഹോൾഡ് 2 3. സോ വീഡിയോയിലേക്ക് പോയിക്കൂടെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, അറ്റ് ദ സെന്റർ ഓഫ് എർത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഭൂമിക്ക് നടുവിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാടാ? നിങ്ങൾക്കറിയാം, സിമ്പിളാണ്. എത്രയാടാ? യെസ്, 0. അതെങ്ങനെയാടാ 0 വരുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സെന്റർ എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? സെന്റർ എന്ന് പറയുമ്പോൾ ഭൂമിക്കടിയിലെ ഡെപ്ത് അല്ലേ. സോ അതേത് ഇക്വേഷൻ ഉപയോഗിക്കണം? ഡെപ്തിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണുന്ന ഇക്വേഷൻ ഉപയോഗിക്കണം. അതായിരുന്നു ഈ സിമ്പിൾ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് സെന്റർ എന്ന് പറയുമ്പോൾ ഈ ഡെപ്ത് തന്നെ അല്ലേ എന്ത്, അതിന്റെ റേഡിയസും. സോ ഡെപ്ത് ഈസ് ഈക്വൽ ടു റേഡിയസ് എന്ന് കിട്ടും. സോ ഈ ഇക്വേഷൻ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡിക്ക് പകരം r എന്ന് കൊടുക്കുക. സോ r/r എന്താണ്? 1 ആണ്. എനിത്തിങ് ബൈ എനിത്തിങ്, 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്, 3/3 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ സെയിം ബൈ സെയിം എന്ത് കിട്ടും? നമുക്ക് 1 എന്ന് കിട്ടും. സോ 1 - 1 എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. എനിത്തിങ് ഇൻറ്റു 0 എന്താ? അപ്പോൾ ഇതെന്താവും? 0 ആവും. എനിത്തിങ് ഇൻറ്റു 0 എന്താ? 0. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെന്റർ എന്താ? 0. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G is dash with increasing altitude. ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലേക്ക് എന്തായിരുന്നു സംഭവിക്കുന്നത്? യെസ്, വെരി ഗുഡ്. എന്താ? ഡിഗ്രീസ് ആണ് സംഭവിക്കുന്നത്. അതെങ്ങനെയാണ് ഡിഗ്രീസ് സംഭവിക്കുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ട ഇക്വേഷൻ എന്തായിരുന്നു? എളുപ്പമാണ്. G is equal to gm divided by r plus h whole square. അൾട്ടിറ്റ്യൂഡിലെ എന്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണുന്നത്? സോ r plus h whole square ആ. സോ ഈ r plus h എന്ന് പറഞ്ഞാൽ അൾട്ടിറ്റ്യൂഡ് അല്ലേ, ഹൈറ്റ് അല്ലേ. സോ ഹൈറ്റ് കൂടുമ്പോൾ ഈ വാല്യൂ കൂടും. സോ ഈ വാല്യൂ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ജിന്റെ വാല്യൂ കൂടും. സോ ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആ. h കൂടുമ്പോൾ ജി കുറയും, h കുറയുമ്പോൾ ജി കൂടും. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതിങ്ങനെയല്ലേ എഴുതുക. സോ എന്താവും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G is ഡിഗ്രീസ് വിത്ത് ഇൻക്രീസിങ് ആൾട്ടിറ്റ്യൂഡ്. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കൂടാ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇതാ നിങ്ങൾക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണുന്ന ഇക്വേഷൻ എന്താ? gm/r² അല്ലേ. ഈ m എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് ദ പ്ലാനറ്റ് അല്ലേ. നമ്മളിപ്പോൾ എർത്താണ്, മാസ് ഓഫ് ദ എർത്ത് അല്ലേ. ജി എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അല്ലേ. ഈ r എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് അല്ലേ. സോ നമുക്ക് ഇതെന്നാ റേഡിയസ് ഓഫ് എർത്ത് ആണ്, ഇതെന്താ? മാസ് ഓഫ് എർത്ത് ആണ്. സോ ഈ മാസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഏതെങ്കിലും മാസ് ഓഫ് ദ ബോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രൂ ആണ്. അത് കാരണം അത് ഡിപ്പെൻഡ് ചെയ്യണില്ല, ഇൻഡിപെൻഡന്റ് ആണ്. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ. അപ്പൊ നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒന്നുമില്ലടാ. വാല്യൂ ഓഫ് G is മാക്സിമം ഇക്വേറ്ററിലാണോ, പോളിലാണോ, സെന്ററിലാണോ, അല്ലെ ഇതിലൊന്നും അല്ലേ. നമ്മൾ ഭൂമിന്റെ ഷേപ്പ് എന്താ? ഭൂമിന്റെ ഷേപ്പ് ഏകദേശം വരിക ഈ ഷേപ്പാണ് വരിക. ഇത് സെന്റർ ഓഫ് എർത്ത് ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇതാണ് എന്താടാ? ഇക്വേറ്റർ. ആൻഡ് ഇതാണ് എന്താടാ? പോള്. നമ്മൾ ഭൂമിന്റെ പോളിലേക്കുള്ള ഡിസ്റ്റൻസും സെന്ററിന് ഇക്വേറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് 2 സോ നമ്മൾ അതെന്തൊക്കെ എടുക്കുക? ഇത് R2 എന്ന് എടുക്കുക. ഈ പോളിലേക്കുള്ള ഡിസ്റ്റൻസ് R1 എന്ന് എടുക്കുക. നമ്മളോട് എന്താ ചോദിച്ചത്? ദ വാല്യൂ ഓഫ് G is മാക്സിമം. ഇത് ജീനെ കാണുന്ന ഇക്വേഷൻ എന്തായിരുന്നു? G is equal to എന്താടാ? gm divided by r² എന്നല്ല ഇക്വേഷന്റെ പേര്, അല്ല ഇക്വേഷന്. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞു, r കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീന്റെ വാല്യൂ കുറയും, r കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീന്റെ വാല്യൂ കൂടും. അത് നമുക്ക് അറിയുന്ന കാര്യം, കാരണം നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ ഡിവൈഡഡ് ബൈ വരുമ്പോൾ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടും, ഇത് കൂടി കഴിഞ്ഞാൽ ഇത് കുറയും. അങ്ങനെയാണ് നമ്മളെ ഇത്. സോ ഇവിടെ നിങ്ങൾ നോക്കുക, ഏതാണ് കൂടുതൽ? R2 ആണ് എന്തിനേക്കാളും കൂടുതൽ? R1 കൂടുതൽ. അതാണ് റിയാലിറ്റി.
സോ R2 കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടുത്തെ ജീന്റെ വാല്യൂ കുറയും. സോ ഇവിടെ ഉണ്ടാകുന്ന G2 എന്താണ്? കുറവാണ് എന്തിനേക്കാളും? G1നേക്കാളും. അറ്റ് ദ സെന്റർ ഓഫ് എർത്തിൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്? ജീന്റെ വാല്യൂ എന്താ? 0 ആണ്. G അറ്റ് സെന്റർ എന്താ? 0 ആണ്. സോ ഇവിടെ ഏതിലാണ് ഏറ്റവും കൂടുതൽ G ഉള്ളത്? എന്തിലാണ്? പോളിലല്ലേ? സോ ഈ പോളിലാണ് G കൊണ്ട്. എന്തുകൊണ്ട്? അവിടെ R ഇക്വേറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. സെന്ററിൽ എന്താണ്? G 0 ആണ്. സോ മാക്സിമം ആയിട്ട് എന്താ? പോൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ വാല്യൂ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്താ? 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ കിലോഗ്രാം. ഈ സാധനം നിങ്ങളോട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അവിടെ നിങ്ങൾ ഈ യൂണിറ്റ് എന്തായാലും നിർബന്ധമായിട്ട് എഴുതണം. ഈ യൂണിറ്റ് എങ്ങനെ ഓർത്ത് വെക്കുക? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? F = Gm1 m2 ഡിവൈഡഡ് ബൈ R². ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് യൂണിറ്റ്, ഇതല്ലേ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. സോ ഇതിന്റെ യൂണിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മാത്രം അവിടെ വെക്കുക. F ഡിവൈഡഡ് ബൈ R² എന്ത് ചെയ്യും? മൾട്ടിപ്ലൈഡ് ബൈ R² ആവും. ആൻഡ് മൾട്ടിപ്ലൈഡ് ബൈ m1 m2 എന്ത് സംഭവിക്കും? ഡിവൈഡഡ് ബൈ m1 m2 ആവും. ഇതാണല്ലോ ജീന്റെ ഇക്വേഷൻ വരുന്നത്. ഇതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് പഠിച്ചിട്ടുണ്ട്. R² എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മീറ്ററിന്റെ സ്ക്വയർ. സിമ്പിൾ. ആൻഡ് മാസ് എന്താ? m1 m2 എന്ന് പറഞ്ഞാൽ കിലോഗ്രാം സ്ക്വയർ. ഇതാണല്ലോ നമ്മൾ ഇവിടെ എഴുതിയ യൂണിറ്റ്. സോ നിങ്ങൾ യൂണിറ്റ് മറന്നു പോയാൽ പോലും ഇങ്ങനെയെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ച് ഇത് വൃത്തിക്ക് എഴുതി വെക്കുക. ഇത് ചോദിക്കാറുണ്ട്, ഒരു മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. വെറുതെ മാർക്ക് നഷ്ടപ്പെടുത്തണമല്ല, വേണ്ടാലോ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ എർത്ത് വരച്ചിട്ടുണ്ട്. അവിടെ സെന്ററിൽ D എന്ന് പറഞ്ഞ പോയിന്റ്, പോളിൽ A, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേറ്റർ, C എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ an object placed 4 different point A, B, C and D near the surface of the earth. Which point of the object feel maximum weight? Which point feels maximum weight? Weight എന്ന് പറഞ്ഞാൽ എന്താ? mg ആണ്. mg എന്ന് പറഞ്ഞാൽ മാസ്. അപ്പം മാസും വെയിറ്റും സെയിം അല്ലേ? മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാറ്ററിന്റെ ക്വാണ്ടിറ്റി ആണെന്ന് പറയുന്നത് മാസ്. അത് എത്ര വെയിറ്റ് എന്ന് വെച്ചാൽ അത് കാണിക്കുന്ന ഫോഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ഗ്രാവിറ്റേഷന് താഴേക്ക് വലിക്കുമ്പോൾ അത് കാരണം ചെലുത്തുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, അതാണ് എന്താ വെയിറ്റ്. മാസ് എന്ന് പറഞ്ഞാൽ ഇത് എമൗണ്ട് ഓഫ് മാറ്റർ ആണ് എന്ന് പറഞ്ഞാൽ അത് കാരണം ഉണ്ടാകുന്ന ഗ്രാവിറ്റി പുള്ളിയും അത് കാരണം ഉണ്ടാകുന്ന എന്ത് ഫോഴ്സ് ആണ് എന്താ നമ്മൾ വെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ക അല്ലേ? സോ വെയിറ്റും മാസും എന്തല്ല? സെയിം അല്ല. ഇവിടെ ഏതിനാണ് വെയിറ്റ് കൂടുതൽ അനുഭവപ്പെടുക? സോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ G കൂടിക്കഴിഞ്ഞാൽ മൾട്ടിപ്ലൈഡ് ബൈ G ആയതുകൊണ്ട് എന്താ? വെയിറ്റ് ഓട്ടോമാറ്റിക്കലി കൂടും. സോ ഇവിടെ ഏതിലാണ് വെയിറ്റ് G കൂടുതൽ, അവിടെ മാക്സിമം നമുക്ക് എന്ത് സംഭവിക്കും? വെയിറ്റ് കിട്ടും. സോ ഇവിടെ ഏതിലാണ് G കൂടുതൽ? ഹൈറ്റിലാണോ? അല്ല. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H കൂടുന്തോറും ജീന്റെ വാല്യൂ കുറയുന്നുണ്ട്. സെൻട്രലാണോ? അല്ല. സെൻട്രൽ എന്താ? 0 ആണ്. ഇക്വേറ്ററിലാണോ? ഇക്വേറ്ററിലല്ല. സോ ഏത് പോയിന്റിലാണ്? പോളിലാണ് ഏറ്റവും കൂടുതൽ G വരുന്നത്. സോ എവിടെയാണ്? അറ്റ് എയിലാണ് എന്ത്? മാക്സിമം വെയിറ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക? ഒന്നുകൂടി എടുത്ത് കേട്ട് നോക്കുക. W കൂടണമെങ്കിൽ G കൂടണം. സോ G മാക്സിമം അറ്റ് പോളാണ്. ഹൈറ്റ് കൂടുമ്പോൾ ജീന്റെ വാല്യൂ കുറയുന്നുണ്ട്. ഇക്വേറ്ററിൽ ജീന്റെ വാല്യൂ പോളിനേക്കാളും കുറവാണ്. സെന്ററിൽ ജീന്റെ വാല്യൂ ഇല്ല. അപ്പം വെയിറ്റ് എന്താ? അപ്പം വെയിറ്റ് അറ്റ് സെന്റർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തു? W = m × G എന്താ? സെന്ററിൽ 0. സോ വെയിറ്റ് ഫീൽ ചെയ്യുക എത്രയാ? സെന്ററിൽ വെയിറ്റ് ഫീൽ ചെയ്യുക എന്താ? 0. മനസ്സിലായോ? സോ ഇവിടെ ഏറ്റവും കൂടുതൽ G ഉള്ളത് പോളിലാണ്. സോ വെയിറ്റ് മാക്സിമം അറ്റ് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് A ആണ്. മാക്സിമം ആയല്ലോ. ഇങ്ങനെയാണ് നിങ്ങൾ കൺഫ്യൂസ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് വരിക. അത് നമ്മൾ ചെയ്തു. ഇതെങ്ങനെ തിരിച്ചു മറിച്ച് ചോദിച്ചാൽ നിങ്ങൾ ചെയ്തില്ലടാ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ. അത് പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. കെപ്ലേഴ്സ് സെക്കൻഡ് ലോ എന്തായിരുന്നു പറയുന്നത്? സിമ്പിൾ. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിനെയാണ് എന്ത് പറയുന്നത്? സെക്കൻഡ് ലോ. നമുക്ക് അതിന്റെ കോൺസിക്വന്റ് ആയിട്ട് പറയുന്നത് എന്താ? കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ് ആണ്. ഇതും ചോദിച്ച് കാണാറുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കും. നമ്മൾ എഴുതത്തില്ലേ? ആൻഡ് കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഒക്കെ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കണം. ഞാനിത് വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്നത് പറഞ്ഞതേ ഉള്ളൂ. നമുക്കിനി ലെവൽ 2ലേക്ക് പോയി കൊടുക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ലെവൽ 2ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ? 3 objects with the mass of 40 kg each are placed in a straight line of 50 cm apart. And what is the net gravitational force at the center of object due to other two? ഒന്നും മനസ്സിലായില്ലല്ലോ. നമുക്ക് എന്താക്കാം? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് ഫിഗർ ആക്കി മാറ്റി കഴിഞ്ഞാൽ 50% കംപ്ലീറ്റ് ആയി. ഇതിനെ ഫിഗർ ആക്കി മാറ്റിക്കൂടെ? 3 objects with the mass of 40 kg each are placed in a straight line of 50 cm apart എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടടാ? 3 ഒബ്ജക്റ്റ് ഉണ്ട്. 3 ഒബ്ജക്റ്റിന്റെ മാസ് എന്താ?
40 kg ആണ്. സോ 40 kg ഉള്ള 3 ഒബ്ജക്റ്റ് ഉണ്ട്. 40 kg ഉള്ള 3 ഒബ്ജക്റ്റ് ഉണ്ട്. അതെന്താ, ഒരു സ്ട്രെയിറ്റ് ലൈനാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈച്ച് തമ്മിലുള്ള ഡിസ്റ്റൻസ് 50 സെൻറ്റിമീറ്റർ ആണ്. ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് 50 സെൻറ്റിമീറ്റർ ആണ്. ഇതാണ് നമുക്ക് വന്ന ക്വസ്റ്റ്യനിൽ. നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ എപ്പോഴും ഇതൊക്കെ ഇങ്ങനെ നല്ല വൃത്തിക്ക് ഫിഗർ ആക്കിയിട്ട് എന്താക്കണം, ഇതുപോലല്ല, നല്ല വൃത്തിക്ക് വട്ടം വരച്ച് അങ്ങനെ ഫിഗർ ആക്കിയിട്ട് എന്താക്കണം, ആൻസർ ഷീറ്റിൽ വരക്കണം. എന്നാൽ തന്നെ നിങ്ങൾക്ക് എന്താവൂടാ, ആ പേപ്പർ നോക്കുന്ന ആൾക്കാർക്ക് ഒരു ഇംപ്രഷൻ കിട്ടും. സോ ഞാനത് എപ്പോഴും പറയുന്നതാണ്, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. അത് റൈറ്റ് സൈഡിൽ എഴുതുക, അതിന്റെ ന്യൂമറിക്കൽസിൽ എന്താക്കുക, ലെഫ്റ്റ് സൈഡിൽ എഴുതുക. ഇതാണ് നമ്മുടെ ഫിഗർ. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്താ, വാട്ട് ഈസ് ദ നെറ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അറ്റ് ദ സെന്റർ ഓഫ് ദ ഒബ്ജക്ട് ഡ്യൂ ടു അതർ ടു. ഈമേൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇത് കാരണോ ഈമേൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 m2 ഡിവൈഡഡ് ബൈ r² ആണ്. ആൻഡ് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനുള്ള കോൺസ്റ്റന്റ് ആയിരുന്നു എന്ത്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് g. സോ F is equal to g m1 m2 ഡിവൈഡഡ് ബൈ r². നമുക്ക് എന്തറിയാം, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൾവേസ് അട്രാക്റ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എ എന്നെടുത്തു, ഇതിനെ നമ്മൾ ബി എന്നെടുത്തു, ഇതിനെ നമ്മൾ സി എന്നെടുത്തു. സോ ഈ ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ കാരണം ബിയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, അട്രാക്റ്റീവ് ആയതുകൊണ്ട് ഇങ്ങോട്ടായിരിക്കുമല്ലോ. സോ അതിനെ ഇങ്ങോട്ട് വലിക്കുന്നുണ്ട്. അടുത്ത ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു സി. സി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് കാരണം ഇതിന്മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, അട്രാക്റ്റീവ് ആയതുകൊണ്ട് അത് സിയിലായിരിക്കും. ഇത് നമുക്കറിയാം, അവിടെ വെക്കുക. ഈ എഫിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതിക്കൂടെ, എഫ് ഓൺ ബി ഡ്യൂ ടു എ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ജി ഇൻറ്റു m1 m2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 സ്ക്വയർ, 40 × 40 അല്ലേ, 40 സ്ക്വയർ ഡിവൈഡ് ബൈ 50 സ്ക്വയർ. r² എന്ന് പറഞ്ഞാൽ 50 സ്ക്വയർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തായിരുന്നു എടുക്കല്, ഇങ്ങോട്ടുള്ള മോഷനൊക്കെ പോസിറ്റീവായിട്ട് എടുക്കും, ഇങ്ങോട്ടുള്ളതിനൊക്കെ നെഗറ്റീവായിട്ട് എടുക്കും, ഇങ്ങോട്ടുള്ളതിനൊക്കെ പോസിറ്റീവായിട്ട് എടുക്കും, ഇങ്ങോട്ടുള്ളതിനൊക്കെ നെഗറ്റീവായിട്ട് എടുക്കും. അങ്ങനെയല്ലേ നമ്മൾ കൺസിഡർ ചെയ്യാറ്. സോ ഇവിടെയുള്ള ആരോ മാർക്ക് നോക്കിയേ, അത് ലെഫ്റ്റിലോട്ടല്ലേ, ലെഫ്റ്റിലോട്ടുള്ളതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക, നെഗറ്റീവായിട്ട് എടുക്കുക. സോ ഇത് നെഗറ്റീവ് g ഇൻറ്റു 40 സ്ക്വയർ ബൈ 50 സ്ക്വയർ എന്ന് കിട്ടൂലേ, പക്ക അല്ലേ. അടുത്ത ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു സി നിങ്ങൾ നോക്കിയേ, g ഇൻറ്റു m1 m2 എത്രയാ, 40 സ്ക്വയർ എന്നല്ല വരിക, കാരണം m1 m2 എന്ന് പറഞ്ഞാൽ 40 സ്ക്വയർ ഡിവൈഡഡ് ബൈ 50 സ്ക്വയർ. ഇവിടെ നിങ്ങൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ നോക്കിയേ, എങ്ങോട്ടാ, അങ്ങോട്ടേക്കാണ് വലിക്കുന്നത്, റൈറ്റ് സൈഡിലേക്കല്ലേ. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവ് അല്ലേ. സോ പോസിറ്റീവ് എന്ന് എടുത്ത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന്റെ മാഗ്നിറ്റ്യൂഡും എന്താണ്, സെയിം ആണ്. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഇതിന്റെ ഡയറക്ഷൻ എന്താണ്, ഓപ്പോസിറ്റ് ആണ്. ഈ എഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതെന്താണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ ക്വാണ്ടിറ്റി ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിമും ഡിഫറെന്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതെന്താവും, ക്യാൻസൽ ഈച്ച് അതർ ആവും. സോ എഫ് നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്, എഫ് ബി സി പ്ലസ് എഫ് ബി എന്ന് കിട്ടും. സോ ഇതെന്താണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആയ സാധനമാണ്, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് അതെന്താവും, ക്യാൻസൽ ആവും. സോ ഒരേ വസ്തുവിനെ ഒരേ ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ അങ്ങോട്ടും വലിക്കുന്നു, ഇതാ എന്നെ ഒരാൾ അങ്ങോട്ടേക്ക് ഒരേ ഫോഴ്സിൽ വലിക്കുന്നു, ഒരാൾ ഇങ്ങോട്ടേക്ക് ഒരേ ഫോഴ്സിൽ വലിക്കുന്നു. എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ, സോ എനിക്ക് അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എത്രയാ, അത് 0 ആണ്. ഇയാൾ കാരണം എനിക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എന്ത്, ഇത് എന്ന് പറയുന്നത് -g അസാധനം എടുത്തത്. ഇയാൾ കാരണം അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എന്ത്, ഇത് നിന്ന് എടുത്തത്. സോ ഒരാൾ കാരണം അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ഇയാൾ കാരണം അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഫോഴ്സിൽ വലിക്കുന്നതുകൊണ്ട് എൻ്റെ മേത്ത് അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയാ, അത് 0 ആണ്. ഇതാണ് ബ്യൂട്ടി ഓഫ് ഫിസിക്സ് എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ, സിമ്പിൾ അല്ലേ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ബോൾ ബൗൺസസ് മോർ ഓൺ സർഫസ് ഓഫ് മൂൺ ദാൻ എർത്ത്, എക്സ്പ്ലെയിൻ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് താഴേക്ക് ഇടുന്നു, മൂണിൽ നിന്നും താഴേക്ക് ഇടുന്നു. ഇതിൽ ഏതിനാണ് ബൗൺസ് കൂടുക, മൂണിലാണ് ബൗൺസ് കൂടുക എന്ന് കളിക്കുന്നത്, മൂണിലാണ് കൂടുക. അതെന്തുകൊണ്ടാണ് എന്ന ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം, ആൻസർ ചെയ്യണമെന്ന് അറിയോ, ബിക്കോസ് g at moon is 1/6 that of earth എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ മൂണില്ലേ, അത് 1/6 മാത്രമേ ഉള്ളൂ എന്ത്, എർത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ. എർത്തിലാണ് എന്ത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലുള്ളത്, മൂണിൽ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. സോ അതെന്താവും, മൂണിൽ ഇങ്ങനെ മെല്ലെ നടുവിലേക്ക് വരും, മുകളിലേക്ക് മെല്ലെ പോയി, മെല്ലെ വന്ന്, മുകളിൽ മെല്ലെ പോയി, മെല്ലെ വന്ന് പോയി. അതേ സ്ഥാനത്ത് ഭൂമിയിലാണെങ്കിൽ ഒരു വരുത്ത് വരുന്ന്, പിന്നെ പോയി ബൗൺസ് ചെയ്ത്, അത്രയേ ഉള്ളൂ. ഇതാകുമ്പോൾ ഇങ്ങനെ കളിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ഇങ്ങനെ എഴുതാം, ബിക്കോസ് g at moon is 1/6 that of earth, so that's why a ball bounces more on surface of moon than earth എന്ന് പറയാ. ഇങ്ങനെ വൃത്തിക്ക് എന്താക്കുക,
ഇതേപോലെ നിങ്ങൾ എക്സാം പേപ്പറിൽ എഴുതുക. കാരണം എന്ന് പറഞ്ഞാൽ ഈ ദാറ്റ്സ് വൈ ഒക്കെ കണ്ടാൽ ഒരു മാജിക്കൽ വേർഡ്സാണ്. സോ ഇത് കാണുന്ന ആൾക്കാർ ആയിരിക്കും ഓ ഇവൻ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ആൻസർ ചെയ്യുന്നത്. സോ എന്താ ചെയ്താ ബിക്കോസ് ജി അറ്റ് മൂൺ ഈസ് 1/6 ഓഫ് ദാറ്റ് ഓഫ് എർത്ത്. സോ ദാറ്റ്സ് വൈ എ ബോൾ ബൗൺസസ് മോർ ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ ദാൻ എർത്ത് എന്ന് എഴുതാം. ഇനിയിപ്പോൾ നിങ്ങളോട് ഇതിൽ നിന്ന് മറ്റേ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ചെന്ന് പറഞ്ഞാൽ എവിടെയാണ് മോർ വെയിറ്റ് ഫീൽ ചെയ്യുക, എവിടെയാണ് ഫീൽ ചെയ്യുക? ഗ്രാവിറ്റി കൂടുമ്പോൾ മോർ വെയിറ്റ് ഫീൽ ചെയ്യും. സോ മൂണിലാണോ എർത്തിലാണോ വെയിറ്റ് ഫീൽ ചെയ്യുക? യെസ്, നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യുക എർത്തിലാണ്, മൂണിലല്ല. അതുകൊണ്ടല്ലേ നമ്മൾ ഒബ്ജക്റ്റ് ഒക്കെ മുകളിൽ ഇങ്ങനെ തട്ടി കളിക്കുമ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞ് കളിക്കുന്നത്. സോ നമുക്കത് മനസ്സിലായി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹൗ ഡു യു എക്സ്പ്ലെയിൻ വെയ്റ്റ്ലെസ്നെസ് ഇൻ എ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്? ഇത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങുന്നില്ല, ഭൂമിയെ ചുറ്റി കറങ്ങുന്ന ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. അതിൽ നമുക്ക് വെയ്റ്റ്ലെസ്നെസ് അനുഭവപ്പെടും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില വിഷ്വൽസ് ഒക്കെ, ഓരോരുത്തർ സുനിത വില്യംസ് ഒക്കെ ഇങ്ങനെ പാറി നടക്കണത്. സോ അവിടെ വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണലുണ്ട്. അതിന് നമ്മൾ എങ്ങനെ ആൻസർ എഴുതണം? ബിക്കോസ് ദേ ആർ ഇൻ എ ഫ്രീ ഫോൾ അറൗണ്ട് ദ എർത്ത്. ഫ്രീ ഫോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓൺലി ആൺ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റിയിൽ നമ്മൾ ഇടുന്നതിനെയാണ് എന്ത് പറയുക? ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. അതിൻ്റെ ചുറ്റും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആൻസർ ചെയ്താൽ ബിക്കോസ് ദേ ആർ ഇൻ എ ഫ്രീ ഫോൾ അറൗണ്ട് ദ എർത്ത് മൂവിങ് ഓൺലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ആൻഡ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. അതുകൊണ്ട് അതിന് വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ വെയ്റ്റ്ലെസ്നെസ് ഈസ് ആർട്ടിഫിഷ്യൽ അല്ല ദാറ്റ്സ് വൈ ദേ ഫീൽ വെയ്റ്റ്ലെസ്നെസ് ഇൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എഴുതിയിട്ട് നിങ്ങൾ എന്താക്കുക? ആ എക്സാമിൽ പേപ്പറിൽ അത് വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കും? അതിൽ ഫുൾ മാർക്ക് കിട്ടും. സിമ്പിൾ അല്ലടാ, സിമ്പിൾ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? വൈ ഡസ് എർത്ത് ഇമ്പാർട്ട് സെയിം ജി ഓൺ ഓൾ ബോഡീസ്? നമുക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളിലും സെയിം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് ആക്ട് ചെയ്യുന്നത്. അതെന്തുകൊണ്ട് എന്ന് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം? അതെന്തുകൊണ്ടാണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഗ്രാവിറ്റിൻ്റെ ഇക്വേഷൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? GM ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത്, എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് എന്താ എർത്ത്, ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതൊരു കോൺസ്റ്റന്റ് ആണ്. സോ ജി ഓൺലി ഡിപ്പെൻഡ് അപ്പോൺ മാസ് ഓഫ് എർത്ത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആൻഡ് റേഡിയസ് ഓഫ് എർത്ത്. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്, അത് എന്തുകൊണ്ട് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ആണ്, ഷേപ്പാണ്. ഈ ഒബ്ജക്റ്റ് എങ്ങനെ ഇരിക്കട്ടെ അതിനൊന്നും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിനെ മൂന്നിനെ മാത്രം. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഷേപ്പ്, സൈസ് ആൻഡ് മാസ് ഓഫ് ദ ബോഡി. സോ ദാറ്റ്സ് വൈ എർത്ത് ഇമ്പാർട്ട് സെയിം ജി ഓൺ ഓൾ ബോഡീസ് എന്ന് എഴുതി കഴിഞ്ഞാൽ എക്സാം പേപ്പറിൽ കംപ്ലീറ്റ് ആയില്ലേ? ആൻസർ കംപ്ലീറ്റ് ആയില്ലേ? സിമ്പിൾ അല്ലേ? ഞാൻ സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഡീറ്റെയിൽ ചെയ്യാത്തത്. കാരണം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇതിനെപ്പറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോയിക്കൂടെ? ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ലെവൽ 3ൻ്റെ അകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റ്യൻ? അറ്റ് വാട്ട് ഹൈറ്റ് എച്ച് ദ വാല്യൂ ഓഫ് ജി വിൽ ബി ഹാഫ് ഓഫ് ദാറ്റ് ഓഫ് എർത്ത്? മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എർത്തിൻ്റെ സർഫസിൽ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഹൈറ്റ് കൂടുന്തോറും എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞു പോകുന്നത്. അങ്ങനെ കൂടി ഒരു പോയിന്റ് എത്തുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് എർത്തിനേക്കാളും അത് പകുതിയാവും. ആ പകുതിയാവുന്ന ഹൈറ്റ് ഉണ്ടല്ലോ, ആ ഹൈറ്റ് എത്രയാണെന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് ഹൈറ്റിൻ്റെ ഇക്വേഷൻ G' = G × R/R+H all square നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ളതാണ്, സിമ്പിൾ ഇക്വേഷൻ ആണ്, അത് നിങ്ങൾ പഠിച്ചതുമാണ്. ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? ജി വിൽ ബി ഹാഫ് ഓഫ് ദാറ്റ് ഓഫ് എർത്ത്. ഈ G' ജീനേക്കാളും പകുതി ആവുമ്പോഴുള്ള ഹൈറ്റിലെ കണ്ടത്. സോ G' ജീനേക്കാളും പകുതി ആവുമ്പോൾ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് സർഫസിനേക്കാളും പകുതി ആവുമ്പോൾ അതല്ല കണ്ടത്. സോ ഇതിനെ നമുക്ക് ഈ ഇക്വേഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 50% കഴിഞ്ഞില്ലേ? നോക്കിക്കോ, G' = G/2. ഇത് മാത്രം നമുക്ക് മനസ്സിലാവേണ്ട സ്റ്റെപ്പ്, ബാക്കിയൊക്കെ സിമ്പിൾ കാൽക്കുലേഷനാണ്. G × R/R+H എന്താ? ഓൾ സ്ക്വയർ ആണ്. സോ ഞാൻ പറഞ്ഞത് സെയിം സാധനം അപ്പുറം ഇപ്പുറം വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണും പൊട്ടി വെട്ടാം. അപ്പോൾ വെട്ടിക്കോ, ജിയും പോയി. സോ നമുക്ക് എന്താവുക? ഈ ഇക്വേഷൻ 1/2 എന്ത് കിട്ടും? R/R+H എന്ത് കിട്ടണം? ഓൾ സ്ക്വയർ കിട്ടും. നിങ്ങൾക്കറിയാം എന്ത്? x² = 1 ആണെങ്കിൽ x നമുക്ക് എങ്ങനെ എടുക്കാം? √1 എന്ന് എടുത്തൂടെ? സിമിലർലി, ഇത് സിമ്പിൾ അല്ലേ? സിമിലർലി R/H ഓൾ സ്ക്വയർ = 1/2 ആണ്. നമുക്ക് എങ്ങനെ എടുക്കാം? ഇതിനെന്താവും? R/R+H എങ്ങനെ എടുക്കാം? √1/2 എന്ന് എടുക്കാം. √1 എന്താ? 1 തന്നെയാണ്. സോ എന്ത് കിട്ടും? ഇത് 1/√2 എന്ന് കിട്ടും. കാരണം √1/2 എന്ന് പറഞ്ഞാൽ എന്താ? √1/√2 ആണ്. √1 എന്ന് പറഞ്ഞാൽ റൂട്ട് തന്നെ അല്ല, 1 തന്നെ. സോ 1/2 എന്ന് കിട്ടും, 1/√2 എന്ന് കിട്ടും. ഇതുവരെ പക്ക അല്ലേ? പക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം?
ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ കിട്ടും? ഈ ആർ പ്ലസ് എച്ച് ഇൻറ്റു പോകുമ്പോൾ അവിടത്തേക്ക് പോകുമ്പോൾ എന്താ മൾട്ടിപ്ലൈഡ് ആവും, ഈ ഡിവൈഡഡ് ബൈ പോകുമ്പോൾ മൾട്ടിപ്ലൈഡ് ആവും. സോ √2r ഈസ് ഈക്വൽ ടു ആർ പ്ലസ് എച്ച് എന്ന് കിട്ടും. സാറിന് ഇതിന് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇതിന് ആറിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നൂടെ. സോ എച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു √2r മൈനസ് എന്ത് കിട്ടും? ആറിന് കിട്ടും. നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ എന്ത് ചെയ്യാം? ഈ √2 ഇതിൽ നിന്നും എന്താക്കാം, ആറിനെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. എങ്ങനെ? ഇതാ √2r നിന്നും -r നിന്നും r കോമൺ ആയിട്ട് വരുന്നുണ്ട്. അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇതാ r × √2r r × -1 -r. ഈ ഇക്വേഷൻ തന്നെ അല്ലേ ഇത്. ഇനിയിപ്പോൾ നമുക്ക് എന്തറിയാം റേഡിയസ് ഓഫ് എർത്ത് എത്രയാ? 6400 കിലോമീറ്റർ ആണെന്നറിയാം. സോ ആ വാല്യൂ മാത്രം ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ വാല്യൂ കിട്ടൂലേ. സോ ഇതേ ഇൻറ്റു ആർക്ക് പകരം 6400 കിലോമീറ്ററിന് എത്തി കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് എന്താടാ? ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പകുതിയാവണ ഹൈറ്റ്. ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. സോ അതാണ് എച്ച്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? ഇത് മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സ്റ്റേറ്റ് ദ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ലോ സ്റ്റേറ്റ് ചെയ്യുക. എന്തായിരുന്നു ഗ്രാവിറ്റേഷൻ ലോ? നമ്മുടെ കയ്യിൽ m1 മാസുള്ള ഒരു വസ്തു ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ m2 മാസുള്ള വേറൊരു വസ്തു ഉണ്ട്, വീണ്ടും ഉണ്ടല്ലോ. അതിൻ്റെ ഡിസ്റ്റൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണെങ്കിൽ ഗ്രാവിറ്റേഷൻ ലോ എന്തായിരുന്നു പറയണത്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ബിറ്റ്വീൻ 2 മാസസ്. ഇത് ഒരിക്കലും ഗേൾ ഫ്രണ്ട് അല്ല കേട്ടോ. ഫെബ്രുവരി മാസമാണ്, +1 +2 ആണ്. നിങ്ങൾക്ക് അതൊക്കെ തോന്നും, ബട്ട് വേണ്ട പോലെ ഡോണ്ടു. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ബിറ്റ്വീൻ 2 മാസസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇതിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇതിന്റെ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസിനും ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദെയർ ഡിസ്റ്റൻസ് ബിറ്റ്വീനും എന്താണ്? പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ ഗ്യാസ് ലോ പറയുന്നത്. ഇതിനെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് എങ്ങനെ മാറ്റാം? m1 m2 ഡിവൈഡഡ് ബൈ r² എന്ന് മാറ്റാം. സോ F ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? പ്രൊപ്പോർഷണാലിറ്റി മാറ്റുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് m1 m2 ഡിവൈഡഡ് ബൈ r². ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? എപ്പോഴും ഇങ്ങനത്തെ തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ തിയറീനെ സാധനം സൈഡ് എഡിങ് എഴുതുക, ആ തിയറീനെ എക്സ്പ്ലെയിൻ ചെയ്യുക, ആൻഡ് അതിൻ്റെ ഫിഗർ വരക്കുക റൈറ്റ് സൈഡിൽ. എന്നിട്ട് എന്താക്കുക? അതിൻ്റെ ഇക്വേഷൻ എഴുതാം. ആൻഡ് ഓരോ ഇക്വേഷനെയും നമ്മൾ എന്താക്കണം? ഡീറ്റെയിൽ ചെയ്യണം. ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്. m1 m2 എന്ന് പറഞ്ഞാൽ മാസസ് ആണ്. r എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. F ഈസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കും? അതിൽ നിന്ന് ഫുൾ മാർക്കിംഗ് കിട്ടും. ആൻഡ് ഇങ്ങനത്തെ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് തിയറി പഠിക്കുമ്പോഴും സ്റ്റെപ്പ് വിട്ടുപോയില്ല. ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടുപോയില്ല, അല്ലെങ്കിൽ ഗ്രാഫ് വരക്കാൻ വിട്ടുപോയില്ല, അല്ലെങ്കിൽ ഫിഗർ വരക്കാൻ വിട്ടുപോയില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാണ്ടിരിക്കുന്ന ഈ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ വാല്യൂ ഓഫ് ജി അറ്റ് ഡെപ്ത് 1600 കിലോമീറ്റർ. 1600 കിലോമീറ്ററിലുള്ള വാല്യൂ ഓഫ് ജി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഡെപ്തിലുള്ള വാല്യൂ ഓഫ് ജി കാണുന്ന ഇക്വേഷൻ അറിയാം. g dash is equal to g into 1 minus d by r. സിമ്പിൾ അല്ലേ? ഇതിൽ നമുക്ക് എന്താ അറിയാത്തതുള്ളത്? ഒന്നും അറിയാത്തതില്ല. ഈ r എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റേഡിയസ് ഓഫ് എർത്ത് ആണ്. അത് 6400 കിലോമീറ്റർ ആണെന്ന് നമുക്കറിയാം. സോ നമുക്ക് ഇതിനെ മാറ്റിക്കൂടെ? വാല്യൂസ് കൊടുത്തുകൂടെ? g dash is equal to g into 1 minus d നമുക്ക് തന്നിട്ടുണ്ട് 1600. സിമ്പിൾ. ആൻഡ് 1600 കിലോമീറ്റർ ആൻഡ് ഇതെന്താ? 6400 കിലോമീറ്റർ. സോ കിലോമീറ്ററും ഫ്യം വെട്ടിപ്പോയി. ആൻഡ് 0 വെട്ടി 0 വീണ്ടും വെട്ടി 16ൽ 8 2 പ്രാവശ്യം, 64ൽ 8 64 8 പ്രാവശ്യം, ഇതിൽ 2 1 പ്രാവശ്യം, ഇതിൽ 2 4 പ്രാവശ്യം. അപ്പം നമുക്ക് എന്ത് കിട്ടും? g dash is equal to g into 1 minus 1/4 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 1/4 എന്ന് പറഞ്ഞാൽ കാല്. ഒന്നിൽ നിന്നും കാല് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മുക്കാല് സംഭവിക്കും. സോ ഇതെന്താ? 3/4 എന്ന് കിട്ടും. സോ നമുക്ക് g dash is equal to g3g/4 എന്ന് കിട്ടി. സിമ്പിൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കൂടാ. ഇത് സിമ്പിൾ അല്ലടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി. ഇത് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? എസ്കേപ്പ് വെലോസിറ്റി എന്താണെന്ന് എഴുതണം, ഓർബിറ്റൽ വെലോസിറ്റി എന്താണെന്ന് എഴുതണം, അതിന്റെ റിലേഷൻസും നമ്മൾ എഴുതണം. സോ എസ്കേപ്പ് വെലോസിറ്റി എന്താ? ദ മിനിമം സ്പീഡ് റിക്വയർഡ് ഫോർ എ ബോഡി ടു എസ്കേപ്പ് ദ ഗ്രാവിറ്റി ഓഫ് എർത്ത്. എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി ഓഫ് എർത്തിനെ തരണം ചെയ്യാൻ, എന്ന് വെച്ചാൽ ഇതിൽ നിന്നും പുറത്തേക്ക് പോകാൻ വേണ്ട മിനിമം സ്പീഡ് അത് എത്രയാണ് റെഡിക്ക്? എർത്തിൻ്റെത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? മിനിമം സ്പീഡ് വേണ്ടത്. സോ അതാണ് നമ്മൾ ഇവിടെ എഴുതി വരിക്കുന്നത്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് എന്താക്കുക? എക്സാം പേപ്പറിൽ എഴുതുക. സോ എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ √2gm/r ആണ്. ഈ g എന്താന്ന് ഡിഫൈൻ ചെയ്യുക, m എന്നാണ് ഡിഫൈൻ ചെയ്യുക, r എന്താന്ന് ഡിഫൈൻ ചെയ്യുക. ഇതൊക്കെ പക്ക ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു റിലേഷൻ g is equal to gm/r² എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ ഇക്വേഷൻ. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? ഈ gr is equal to gm/r എന്ന് എഴുതിക്കൂടെ? എങ്ങനെ? ഇതിൽ r² എന്ന് പറഞ്ഞാൽ r into r അല്ലേ? സോ ഈ r മൾട്ടിപ്ലൈഡ് ബൈ r ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ? ഡിവൈഡഡ് ബൈ r ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ?
മൾട്ടിപ്ലൈഡ് ബൈ ആർ ആവും. സോ ജി ആർ ഈസിക്കൽ ടു ജി എം ബൈ ആർ എന്ന് കിട്ടും. ഈ ജി എം ബൈ ആർക്ക് പകരം നമുക്ക് ജി ആർ എന്ന് കൊടുത്തുകൂടെ? സോ എസ്കേപ്പ് വെലോസിറ്റി നമുക്ക് എങ്ങനെയും കൂടി എഴുതാം. ഈ 2 ഇവിടെ തന്നെ ഉണ്ടാവും. ജി എം ബൈ ആറിന് നമുക്ക് എന്ത് കൊടുക്കാം? 2g ആർ എന്ന് എടുക്കാം. ഇത് മറ്റൊരു റിലേഷനാണ്. ഇത് നിർബന്ധമായിട്ട് എഴുതി വെക്കാം. നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാം ഈ എസ്കേപ്പ് വെലോസിറ്റി ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒരു ഇറുമ്പുണ്ടെങ്കിലും നമ്മളെ കയ്യിൽ ഒരു പൂച്ചക്കുട്ടി ഉണ്ടെങ്കിലും നമ്മളെ കയ്യിൽ ഒരു പട്ടിക്കുട്ടി ഉണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിലും ഈ ഗ്രാവിറ്റേഷൻ ഫീൽഡ് വിട്ടു പോവാൻ നമുക്ക് വേണ്ട മിനിമം, എല്ലാത്തിനും വേണ്ട മിനിമം എന്താണ്? വെലോസിറ്റി എത്രയാടാ? 11.2 കിലോമീറ്റർ ആണ്. സോ ഇരുമ്പിന് പോവാനും മനുഷ്യന് പോവാനും ഈച്ചക്ക് പോവാനും കാക്കക്ക് പോവാനും എല്ലാം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡിന്റെ മുകളിൽ പോയാൽ മാത്രമേ ഈ എർത്ത് വിട്ട് പോകാൻ പറ്റൂ എന്നുള്ളത്. ഓക്കെ, പക്ക അല്ലേ? ഇനി അടുത്ത എന്താണ്? ഓർബിറ്റൽ വെലോസിറ്റി. ദ വെലോസിറ്റി ഓഫ് എർത്ത് സാറ്റലൈറ്റ് ഇൻ എ ഓർബിറ്റ് അറൗണ്ട് ദ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാറ്റലൈറ്റ് ഇല്ലേ, ആ സാറ്റലൈറ്റ് എർത്തിന് ചുറ്റി നിൽക്കണില്ല, അതിന് വേണ്ട വെലോസിറ്റിയാണ് എന്ത് പറയുന്നത്? ഈ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ gm/r ആണ്. ഈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ? ഇത് എർത്താന്ന് കൺസിഡർ ചെയ്യുക. ഇത് എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നും ഇതാണ് എന്ത്? നമ്മളെ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് പോകുന്ന ഓർബിറ്റ്. ഇത് സാറ്റലൈറ്റ് ആണെന്ന് വെച്ചോ. ഇതിലേക്കുള്ള ദൂരത്തിനെയാണ് എന്ത് പറയുക? ആർ എന്ന് പറയാം. സോ അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 15ാമത്തെ ക്വസ്റ്റ്യൻ. എസ്കേപ്പ് വെലോസിറ്റീസ് ഡാഷ് ഓഫ് മാസ് ഓഫ് ദ ബോഡി. അത് ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ? ഓർബിറ്റൽ വെലോസിറ്റീസ് ഡാഷ് ഓഫ് ദ മാസ് ഓഫ് ദ എർത്ത്. അത് ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ? ഇതാര് ചെയ്യും? നിങ്ങൾ ചെയ്യും. എവിടെ ചെയ്യും? കമൻറ്റ് ബോക്സിൽ ചെയ്യും. സോ നിങ്ങൾ എന്താക്കുക? ഇത് കമൻറ്റ് ബിലോ എന്തായാലും നിങ്ങൾ എന്താക്കുക? നിർബന്ധമായിട്ടും ചെയ്യാം. ഞാൻ ഹിൻ്റൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്, നിർബന്ധമായിട്ടും ചെയ്യാം. അടുത്തെന്താ? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് escape velocity to the orbital velocity of a very low earth orbit satellite? ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എക്സാമിന് ചോദിച്ചു വരികയാണ്. എസ്കേപ്പ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2gm ഡിവൈഡഡ് ബൈ ആർ. ഇത് പക്ക അല്ലേ? നമുക്കറിയാം. ഓർബിറ്റൽ വെലോസിറ്റി എന്താ? ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് 2g ഇല്ല, gm ഡിവൈഡഡ് ബൈ ആർ ആണ്. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വെരി ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എർത്ത് ആണെങ്കിൽ ഇത് എൻ്റെ ഡിസ്റ്റൻസ് ആർ ആണെന്ന് വെച്ചോ. വെരി ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ അറ്റത്ത് കൂടി പോകുന്ന സാറ്റലൈറ്റ് ഇല്ലേ, അതാണ്. ആ ഡിസ്റ്റൻസ് ആണല്ലോ നമ്മൾ ആർന്നെടുത്തത്. വെരി ലോ എർത്ത് ഓർബിറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ പോർഷനിൽ ഈ കുഞ്ഞു ഭാഗം മുകളിൽ അതങ്ങ് നെഗ്ലക്ട് ചെയ്തിട്ട് ആർ ഈസിക്കൽ ടു ആർന്ന് എടുക്കണം. സോ നമ്മൾ എന്താക്കുക? അങ്ങനെയാണ് നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ലോ എർത്ത് ഓർബിറ്റ് ആകുമ്പോൾ ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ഈ റേഡിയസ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റി എന്ത് കിട്ടും? gm ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടുമല്ലോ. സോ ഇത് ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. നമ്മളോട് ചോദിച്ചത് v ഡിവൈഡ് ബൈ v ഓർബിറ്റ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി ടു ദ ഓർബിറ്റൽ വെലോസിറ്റി. സോ എസ്കേപ്പ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? 2gm ഡിവൈഡഡ് ബൈ ആർ. ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? gm ഡിവൈഡഡ് ബൈ ആർ. ഞാൻ നിങ്ങളോട് പറഞ്ഞു മുകളിലും താഴെയും സെയിം കണ്ടു കഴിഞ്ഞാൽ വെട്ടിക്കോ. സോ ആകെ എന്ത് വരും? വി എസ്കേപ്പ് ഡിവൈഡഡ് ബൈ വി ഓർബിറ്റൽ എന്ത് കിട്ടും നമുക്ക്? റൂട്ട് 2 എന്ന് കിട്ടും. സോ വി എസ്കേപ്പ് ഈസിക്കൽ ടു എന്ത് കിട്ടും? റൂട്ട് 2v0 എന്ന് കിട്ടും. സോ നമ്മളോട് ചോദിച്ചെന്താ? റേഷ്യോ ആണ് ചോദിച്ചത്. സോ വി എസ്കേപ്പ് ഡിവൈഡഡ് ബൈ v0, വി ഓർബിറ്റൽ നമുക്ക് റൂട്ട് 2 ഡിവൈഡഡ് ബൈ 1 എന്ന് കിട്ടും. സോ വി എസ്കേപ്പ് റേഷ്യോ വി ഓർബിറ്റൽ ഈസിക്കൽ ടു റൂട്ട് 2:1 എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരിക, ഇതാണ് അതിൻ്റെ റേഷ്യോ വരിക. നിങ്ങൾക്ക് പക്ക അല്ലേ? മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കൊടുക്കാം. അടുത്ത ലാസ്റ്റ് ആൻഡ് 2 ഫൈനൽ ക്വസ്റ്റ്യൻസ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതിലേക്ക് പോവാം. Let's go. Last and final 2 questions, but very important questions. Find the value of g at height equal to radius of earth. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ നമ്മൾ എർത്ത് എന്ന് പറഞ്ഞാൽ റേഡിയസ് r ഉള്ള എർത്ത്. നമുക്ക് കാണേണ്ടത് അറ്റ് ഹൈറ്റ് എച്ചിലുള്ള എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ പക്ഷേ ഈ എച്ചിനൊരു പ്രത്യേകത ഉണ്ട്. ഇതാണ് എച്ച്, ബട്ട് ഈ എച്ച് എന്തിന് ഈക്വൽ ആണ്? ഈ റേഡിയസിന് ഈക്വൽ ആണ്. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, നമ്മൾ എർത്തും കഴിഞ്ഞിട്ട് അതേ റേഡിയസിന് മുകളിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാം. നമുക്കറിയാം അറ്റ് ഹൈറ്റിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ ഇക്വേഷൻ g = g × r/r + h എന്താണ്? ഹോൾ സ്ക്വയർ ആണ്. ബട്ട് ഇൻ ദിസ് കേസ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻ ദിസ് കേസ് h = r. നമ്മളോട് ഏതാ ചോദിച്ചാൽ ഹൈറ്റ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ എർത്ത്. സോ ഈ g' = g × r/r + h ഹോൾ സ്ക്വയർ. നമുക്ക് എന്ത് കൊടുക്കാം? എച്ചിന് പകരം r എന്ന് കൊടുക്കാം. സോ r + r ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സോ ഇതെങ്ങനെ മാറും? g' = g × r/2r എന്താ? ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ആറും ഞാൻ പറഞ്ഞു മുകളിലും താഴെ സെയിം കണ്ടാൽ വെട്ടിപ്പോവാം. സോ നമുക്ക് എന്ത് കിട്ടും? g' =
ജി ഇൻറ്റു 1/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സോ 1 സ്ക്വയർ 1 തന്നെ. സോ 1/2ന്റെ സ്ക്വയർ വരും 1/4 എന്ന് കിട്ടും. സോ ജി ഡാഷ് ഈസ് ഈക്വൽ ടു നമുക്ക് ഫൈനലി എന്ത് കിട്ടും? G/4 എന്ന് കിട്ടും. പക്ക സിമ്പിൾ അല്ലേ? ബട്ട് ഈ ക്വസ്റ്റ്യൻ കണ്ട കൺഫ്യൂഷൻ ആവും. ബട്ട് ആൻസർ ചെയ്യാൻ സിമ്പിൾ അല്ലടാ. അടുത്തതാണ് എന്തടാ? ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഓഫ് കെപ്ലേഴ്സ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ എഴുതിയെടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ അതെന്തായാലും എഴുതിയെടുക്കുക, ബൈ ഹാർട്ട് തന്നെ പഠിക്കുക. ഇത് സിമ്പിൾ ആണ്. ഫസ്റ്റ് ലോ എന്ന് പറയുന്ന പേരാണ് ലോ ഓഫ് ഓർബിറ്റ്. സെക്കൻഡ് ലോ എന്ന് പറയുന്ന പേരാണ് ലോ ഓഫ് ഏരിയ. തേർഡ് ലോ എന്ന് പറയുന്ന പേരാണ് ലോ ഓഫ് പീരീഡ്സ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പർ ലോ ഓഫ് പീരീഡ്സ് എന്ന് കണ്ടാൽ തേർഡ് ലോ എക്സ്പ്ലെയിൻ ചെയ്യണം, ലോ ഓഫ് ഏരിയ എന്ന് കണ്ടാൽ സെക്കൻഡ് ലോ എക്സ്പ്ലെയിൻ ചെയ്യണം, ലോ ഓഫ് ഓർബിറ്റ് എന്ന് കണ്ടാൽ ഫസ്റ്റ് ലോ എക്സ്പ്ലെയിൻ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതെന്തായാലും നോക്കുക. ഫസ്റ്റ് ലോ എന്താ? ഓൾ പ്ലാനറ്റ്സ് മൂവ്സ് ഇൻ എ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ ഈസ് ദ വൺ ഓഫ് ദ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് എന്താകുന്നത്? ഓൾ പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്നത്. ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിൽ രണ്ട് ഫോക്കസ് ഉണ്ട് എന്ന് വെച്ചാൽ സർക്കിളിന് എന്ത് ഫോക്കസേ ഉള്ളൂ? ഒരു ഫോക്കസേ ഉള്ളൂ. അതേ സ്ഥാനത്ത് എലിപ്സിന് എന്തുണ്ട്? രണ്ട് ഫോക്കസ് ഉണ്ട്. അതിൽ ഒരു ഫോക്കസ് സണ്ണാണ് എന്നാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് ലോ പറയുന്നത്. സോ ഈ ഫിഗർ എന്താക്കുക? വരച്ചു നോക്കുക. ഇതിന് വേണം ഇങ്ങനെ ഒരു മെയിനർ ഇത് ഒരു ആക്സിസും വരച്ചു വെച്ച് കഴിഞ്ഞാൽ പക്ക ആണ്. അടുത്ത എന്താ? സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ലൈൻ ദാറ്റ് ജോയിൻ പ്ലാനറ്റ് ടു ദ സൺ സ്വീപ്സ് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഉണ്ട്. ഇവിടെ ഒന്ന് സണ്ണാന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇവിടെ എന്തുണ്ട്? ഈ പ്ലാനറ്റ് ഇവിടെ നിന്നും ഇവിടെ എത്തിയെന്ന് വെച്ചോ. എന്നുവെച്ചാൽ സണ്ണിനെ റിവോൾവ് ചെയ്യുന്നുണ്ട് എന്നല്ല പറയുന്നുണ്ടല്ലോ. സോ ഈ പ്ലാനറ്റ് ഇവിടെ നിന്ന് ഇവിടെ എത്താൻ ഒരു ഡെൽറ്റ ടി ടൈം എടുത്തു എന്ന് വെച്ചോ. അതേ പ്ലാനറ്റ് ഇവിടെ നിന്നും ഇവിടെ എത്താനും എന്താക്കി? ഡെൽറ്റ ടി ടൈം എടുത്തു എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ആ പ്ലാനറ്റ് കവർ ചെയ്യുന്ന ഏരിയയിൽ ഈ അടിച്ചു വരുന്ന ഏരിയ എന്ന് വെച്ചാൽ സ്വീപ്പ് ചെയ്യുന്ന ഏരിയ ഈ ഏരിയയും ഈ ഏരിയ എന്താണ്? ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഇതേ ടൈമിൽ അത് അടിച്ചു വരുന്ന ഏരിയ എന്തായിരിക്കും? ഇവിടുന്ന് വരികയാണെങ്കിൽ ഇവിടുന്ന് വരികയാണെങ്കിൽ ഈക്വൽ ഇൻ്റർവൽ അടിച്ചു വരുന്ന ഏരിയ സെയിം ആയിരിക്കും എന്നാണ് സെക്കൻഡ് ലോ പറയുന്നത്. അതേതാ? ഈ ഫിഗർ വരച്ചു വെക്കുക, പക്കാണ്. അടുത്ത എന്താ? മൂന്നാമത്തത്. ദ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. ഈ സെമി മേജർ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എലിപ്സ്. എലിപ്സിന് രണ്ട് ആക്സിസ് ഉണ്ട്. ഇതാണ് എന്താ? മേജർ ആക്സിസ്. ഈ ചെറുതാണ് എന്താ? മൈനർ ആക്സിസ്. മേജർ ആക്സിസ് എന്ന് വെച്ചാൽ വലുതും ചെറുത് എന്ന് പറഞ്ഞാൽ മേജർ ആക്സിസും. ഈ സെമി മേജർ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ എന്താണ്? 2a ആണ്. ഇത് മൊത്തത്തിൽ 2b ആണ് എന്ന് വെച്ചോ. ഈ മൊത്തം വരെ 2a ആണ്. ഈ മൊത്തം വരെ 2b ആണെന്ന് വെച്ചോ. ഈ കഷ്ണത്തിനെയാണ് എന്ത് പറയുന്നത്? എ എന്ന് പറയാ. കാരണം ഇത് മൊത്തം 2 ആണെങ്കിൽ ഈ പകുതി എന്താ? ഇതാണ് എന്താ? സെമി മേജർ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഈ കഷ്ണത്തിന് മാത്രം പറയുന്ന പേരെന്തായിരിക്കും? ബി മാത്രമേ ഉണ്ടാവും. അതാണ് സെമി മൈനർ ആക്സിസ്. സോ സെമി മേജർ ആക്സിസ് എന്താണെന്ന് മനസ്സിലായില്ലേ? അത് ഈ ടൈം പീരീഡ് ഇതിനെടുക്കുന്ന റെവല്യൂഷൻ എടുക്കുന്ന ടൈം പീരീഡിന്റെ സ്ക്വയറിന് അതിന്റെ ക്യൂബ്, സെമി മേജർ ആക്സിസിന്റെ ക്യൂബ് പ്രപ്പോർഷണൽ ആണെന്ന് എഴുതി വെക്കുക. ഈ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ എന്തായി? ഈ ചാപ്റ്റർ ഒന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തിയറി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കും പോകാനായിടാ, എനിക്കും ക്ലാസ് തുടങ്ങാനായി. പിന്നെ സൗണ്ടൊക്കെ പോയിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കണം, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യണം, ക്വസ്റ്റ്യൻ സീരീസ് നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ്. നമുക്ക് എന്താക്കാം? അടുത്ത വീഡിയോ നിങ്ങൾ പറയുന്നത് റൊട്ടേഷന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്, റൊട്ടേഷൻ മോഷൻ എടുക്കുമെന്ന്. ക്ലാസ് എടുക്കാൻ എന്തായാലും നമുക്ക് ടൈമില്ല, കാരണം എനിക്കും പോകാനായി. അതുകൊണ്ട് ഞാൻ എന്താക്കും? അതിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വെച്ച് ഒരു ക്വസ്റ്റ്യൻ സീരീസ് തന്നെ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. നിങ്ങൾ എന്തായാലും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും പഠിക്കുക, വൃത്തിക്ക് പഠിക്കുക. അത്രയേ ഉള്ളൂ. പോയിരുന്ന് പഠിക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിളാണ് ഗ്രാവിറ്റേഷൻ. അതിൽ നിന്ന് ഫുൾ മാർക്ക് നേടണം. ആൻഡ് ഇതിന് ഡെറിവേഷൻസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. അത് ഞാൻ എന്തായാലും അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അത്രയേ ഉള്ളൂ.